ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 30-ാമത്തെ ശ്ലോകം തന്നെ നമുക്ക് തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൽ കുടികൊണ്ടിരിക്കുന്ന പരിമിതമായിട്ടുള്ള ജീവൻ അത് പരിമിതമാണ് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഗുരു പറയുന്നത് അങ്ങനെയല്ല. ഗുരുവെന്ന് മാത്രമല്ല, ആത്മസാക്ഷാത്കാരം നേടിയ എല്ലാ ആചാര്യന്മാരും, സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ സൂചിപ്പിക്കുന്നത് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൽ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നുണ്ട്. അത് അപരിമിതമാണ്. അത് കാലദേശങ്ങളെയും അതിവർത്തിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ചൈതന്യമാണ്. തുരീയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒന്നാണ് എന്നുള്ള അറിവിലേക്ക് ഉണർത്തുകയുമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ജഡത്തെക്കുറിച്ചും ജഡത്തിൻ്റെ പരിമിതിയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഗുരു സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗുരു അതിനകത്ത് എടുത്തു പറയുകയാണ്, എന്താണ് ഇങ്ങനെ ഇത് ചിന്തയില്ല, അത് ഓതുന്നില്ല, എല്ലാം അറിവ് എന്നറിഞ്ഞ്, ഇതെല്ലാം അറിവാണെന്ന് അറിഞ്ഞുകൊണ്ട് സർവം വിടുകിൽ അവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ എല്ലാം വിട്ടുകൊണ്ട്, എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശദാന്തരംഗനായി ഇരിക്കുകയാണെങ്കിൽ, ശരിക്കും അവൻ ആ കാര്യത്തെക്കുറിച്ച് അവബോധമുള്ളവനായിട്ട് വരികയാണെങ്കിലോ, പിന്നെ മേലിൽ ഉടലിൽ ഇരിക്കുന്ന ആ ഒന്ന് മാത്രമാണ് തൻ്റെ പരിമിതമായിട്ടുള്ള ആ തലമെന്ന് മനസ്സിലാക്കാതെ അപരിമിതമായിട്ടുള്ള ചൈതന്യമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് അവന് ഉണരാൻ പറ്റും എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നൂനം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ നമ്മൾ എത്രമാത്രം ഭൗതികമായിട്ടുള്ള അറിവുകൾ നേടുമ്പോഴും അതേപോലെ തന്നെ ആധ്യാത്മികമായി സഞ്ചരിക്കുന്നു എന്ന് തോന്നുമ്പോഴും ഒക്കെ ഈ എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ സ്വ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നമ്മൾ വർത്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അപകടങ്ങളുണ്ടാകുന്നത്. അതായത് നമ്മൾ പരിമിതമായിട്ടുള്ള ഒന്നിൽ പെട്ടുപോകുന്നത്. പക്ഷേ അപരിമിതമാണ് എൻ്റെ സ്വഭാവം, എൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കുമ്പോഴോ അവൻ ഒരിക്കലും ഇവിടെ കിടന്ന് കറങ്ങി ദുഃഖിക്കേണ്ടി വരുന്നില്ല. അതായത് ജനന മരണങ്ങളറ്റ് അവന് ആത്യന്തികമായിട്ടുള്ള ആ സ്വരൂപത്തിൽ ലയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ സ്വരൂപം തന്നെയാണ് തൻ്റെ യഥാർത്ഥ ഭാവമെന്ന് തിരിച്ചറിയുവാൻ, സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്ന് ഗുരു സംശയത്തിനിടവരാത്ത രീതിയിൽ സൂചിപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ഉണരുവാൻ വേണ്ടുന്നത് ആ ഒരു ആർജവം. പലപ്പോഴും നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല. ഒന്നിനെ നമുക്ക് നേരിട്ട് കാണുവാൻ, അതിനെ ഫേസ് ചെയ്യുവാൻ. അതുകൊണ്ടാണല്ലോ നമുക്ക് പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ഒളിച്ചോട്ടങ്ങളും നടത്തുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫേസ് ടു ഫേസ് കാണാനോ നിൽക്കാനോ സാധിക്കുന്നില്ല. കാരണം അത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ ആ രീതിയിൽ നമ്മളെ സെറ്റ് ചെയ്തു പോയി. പ്രത്യേകിച്ച് നമ്മൾ പലതിനും അടിമകളാണ്. നമ്മുടെ മൊബൈൽ യുഗമാണിപ്പോൾ. ആ മൊബൈൽ യുഗത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും എത്രമാത്രം അതിന് അടിമകളാക്കി മാറ്റുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പുതിയത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേടൽ നമ്മുടെ സ്വരൂപം അനന്തമാണ് എന്നുള്ളതിന് തെളിവ് കൂടിയാണ്.
അപ്പോൾ അങ്ങനെ ജഡത്തെയും അതുപോലെ തന്നെ സത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സത്ത് തന്നെയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ വിശകലനം ചെയ്ത് മാറണമെന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആന്തരികമായിട്ടുള്ള മാറ്റം, പരിവർത്തനം നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത്രമാത്രം ഫാസ്റ്റായിട്ടുള്ള ഒരു ലൈഫിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഓരോരുത്തരും, ആർക്കും സമയമില്ല എന്നുള്ള ഒരു വസ്തുത. പക്ഷേ അത് നമ്മുടെ ശരിയായ രീതിയിലുള്ള മനസ്സിലാക്കലിൻ്റെ ഒരു അഭാവം കൂടിയാണ്. നമുക്കെല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ആവശ്യമുള്ളതിന് നമുക്ക് സമയം കിട്ടുന്നുമില്ല. അപ്പോൾ ഇത് ഒരു വല്ലാത്ത മായയാണ്, അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ചെയ്തു വരുമ്പോഴോ തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയും അതിൻ്റെ ആ ഒരു കൃതകൃത്യതയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനും സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ഭാവത്തിലേക്ക്, അവൻ്റെ സ്വരൂപത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ ചിന്തിക്കാത്തത് കൊണ്ട് അവിടെ അവൻ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണോ ഉണരേണ്ടത് അവിടെ ഉണരാതെ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്നുകൂടി ഗുരു സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ആ മൂലകാരണത്തെ കണ്ടെത്തി നമുക്കും എത്രയും പെട്ടെന്ന് ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് നമുക്ക് പുതിയ ലോകത്തെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ സ്വഭാവത്തിലേക്ക് നമുക്ക് കൺതുറക്കാം. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.